പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദ്യപേപ്പർ 2019 നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കൊല്ലം, ഇടുക്കി, കണ്ണൂർ, കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയിട്ടും ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയിട്ടും കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ടും നടത്തിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മലയാളം എക്സ്പ്ലനേഷൻ. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പദമേത് എന്ന് ചോദിച്ചിരിക്കുന്നു. ശരിയായ പദമേത്? അമാദ്യൻ, അമാത്യൻ, അമാധ്യൻ, അമാദ്യൻ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പദം എന്ന് പറയുന്നത് ഏതാണ്? അമാത്യനാണ്. ഏതാണ്? അമാത്യൻ. അമാത്താ വരുന്ന അമാത്യനാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് ചില പദശുദ്ധികൾ നോക്കാം. തെറ്റായിട്ടുള്ളതും ശരിയായിട്ടുള്ളതുമാണ് നൽകിയിരിക്കുന്നത്. അമേധ്യം, അമേദ്യം എന്ന് പറയാറില്ല, അമേധ്യമാണ്. ധ ഇധ അല്ലെ? ധ അമേദ്യം അല്ല, അമേധ്യമാണ്. അമേധ്യം. ഓക്കെ അല്ലെ? അസ്ഥിവാരം, അസ്ഥിവാരം ശ്രദ്ധിക്കുക. അസ്ഥിവാരം ഇത് തെറ്റാണ്. അസ്ഥി താ വരുന്നു, അസ്ഥിവാരമാണ് ശരി. അസ്ഥിവാരം, അസ്ഥിവാരമാണ് ശരി. ഓക്കെ അല്ലെ? ഐതിഹാസികം, ഐതിഹാസികം എന്നാണ് നൽകിയിരിക്കുന്നത്. ഐതിഹാസികം എന്ന് പറയേണ്ടതില്ല, ഐതിഹാസികം എന്ന് പറഞ്ഞാൽ മതിയാവും. ഐതിഹാസികമില്ല, ഐതിഹാസികം, ഐതിഹാസികം. ഓമനത്വം, ഓമനത്വം എന്ന് നൽകിയിരിക്കുന്നു. ഓമനത്വം എന്ന് പറയേണ്ട കാര്യമില്ല, ഓമനത്തം എന്ന് പറഞ്ഞാൽ മതിയാവും. ഓമനത്തം, ഓമനത്തം. കവിത്രയങ്ങൾ എന്ന് നൽകിയിരിക്കുന്നു. അതെന്താണ്? തെറ്റാണ്. കവിത്രയങ്ങൾ എന്ന് പറയാറില്ല, കവിത്രയം എന്ന് പറയുന്നു. കവിത്രയം, കവിത്രയങ്ങളല്ല, കവിത്രയം. ഓക്കെ അല്ലെ? ജ്യോതിർശാസ്ത്രം, ജ്യോതിർശാസ്ത്രം എന്ന് നൽകിയിരിക്കുന്നു. അതെന്താണ്? തെറ്റാണ്. ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ മതിയാവും. ജ്യോതിശാസ്ത്രമാണ് ശരി. ഓക്കെ അല്ലെ? ജഗത് ഗുരു, ജഗത് ഗുരു എന്ന് നൽകിയിരിക്കുന്നു. അതെന്താണ്? തെറ്റാണ്. ജഗത് ഗുരുവാണ്, ജഗത് ഗുരുവാണ് ശരി. ജഗത് ഗുരു അല്ല, ജഗത് ഗുരു, ജഗത് ഗുരു. ഓക്കെ അല്ലെ? അമേധ്യം, അസ്ഥിവാരം, ഐതിഹാസികം, ഓമനത്തം, കവിത്രയം, ജ്യോതിശാസ്ത്രം, ജഗദ്ഗുരു എന്നിവയാണ് പദശുദ്ധിയിൽ ശരിയായിട്ട് നൽകിയിരിക്കുന്നത്. ഓക്കെ അല്ലെ? വാക്യം ശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. വാക്യം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒരു 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ദുരാരാധ്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ്. ദുരാരാധ്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രൂദ്ധരാകുന്നവരുമാണ്. ദുരാരാധ്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ്. ദുരാരാധ്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ് എന്നിവയാണ് ഓപ്ഷൻസിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ദുരാരാധ്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ്, ക്രുദ്ധരാകുന്നവരുമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ശരി, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നീലോൽപ്പലമിഴികൾ, നീലോൽപ്പലമിഴിമാർ, നീലോൽപ്പലമിഴിമാർ എന്ന പദത്തിന്റെ ശരിയായ വിവക്ഷ ഏത്? നീലോൽപ്പലമിഴിമാർ എന്ന പദത്തിന്റെ ശരിയായ വിവക്ഷ ഏത് എന്നാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് നീലോൽപ്പലത്തിന് സമമായ മിഴികളോട് കൂടിയ സ്ത്രീകൾ. എന്താണ്? നീലോൽപ്പലത്തിന് സമമായ മിഴികളോട് കൂടിയ സ്ത്രീകൾ എന്നാണ് നീലോൽപ്പലമിഴിമാർ എന്നതിന്റെ ശരിയായ വിവക്ഷ. നീലോൽപ്പലത്തിന് സമമായ മിഴികളോട് കൂടിയ സ്ത്രീകളാണ് നീലോൽപ്പലമിഴിമാർ എന്ന് പറയുന്നത്. നീലോൽപ്പലം എന്നാൽ കരിങ്കൂവളം, കരിങ്കൂവളം എന്നാണ് നീലോൽപ്പലം എന്നാൽ അർത്ഥമായിട്ട് വരുന്നത്. കരിങ്കൂവളത്തിൻ്റെത് പോലുള്ള കണ്ണുകളോട് കൂടിയവൾ എന്താണ് നീലോൽപ്പലം മിഴിമാർ എന്ന് അർത്ഥമാക്കുന്നത്. ഇവിടെ സമാസം ബഹുവ്രീഹി സമാസമാണ്. ഏത് സമാസമാണ്? ബഹുവ്രീഹി സമാസമാണ്. ഓക്കെ അല്ലെ? നീലോൽപ്പലമിഴിമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നീലോൽപ്പലത്തിന് സമമായ മിഴികളോട് കൂടിയ സ്ത്രീകളാണ്. ഓക്കെ, നീലോൽപ്പലം എന്ന് പറഞ്ഞാൽ എന്താണ്? കരിങ്കൂവളമാണ്. എന്താണ്? കരിങ്കൂവളമാണ്. അടുത്ത ചോദ്യം, നദി. നദി എന്ന പദത്തിന്റെ പര്യായപദമല്ലാത്തത് ഏത്? നദി എന്ന പദത്തിന്റെ പര്യായപദമല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. സരസ്, തരംഗിണി, തടിനി, വാഹിനി എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് നദിയുടെ പര്യായപദം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? സരസാണ്. ഏതാണ്? സരസാണ്. തരംഗിണി എന്ന് പറയുന്നത് നദിയാണ്, തടിനി എന്ന് പറയുന്നത് നദിയാണ്, വാഹിനി എന്ന് പറയുന്നത് നദി ആയതുകൊണ്ട് നദിയുടെ പര്യായപദം അല്ലാത്തത് ഏതാണ്? സരസാണ്. ഏതാണ്? സരസ്. സരസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? താമര പൊയ്ക എന്നാണ്. സരസ എന്ന വാക്കിന്റെ അർത്ഥം താമര പൊയ്ക. സരസ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? താമര പൊയ്ക എന്നാണ്. താമര പൊയ്ക. ഓക്കെ അല്ലെ? ചില പര്യായ പദങ്ങൾ നോക്കാം. തോണി പര്യായപദം വഞ്ചി, തോണിയുടെ പര്യായപദമാണ് വഞ്ചി. നൗക വള്ളം,
വഞ്ചി, നൗക, വള്ളം എന്നിവ തോണിയുടെ പര്യായപദമാണ്. കുടയാണെങ്കിൽ പര്യായപദം ഛത്രം, ആദപത്രം, ഛത്രം എന്നിവ കുടയുടെ പര്യായമാണ്. അരയന്നമാണെങ്കിൽ ഹംസം അരയന്നമാണ്. ശ്വേതഗരുദം അരയന്നമാണ്. ചക്രാംഗം അരയന്നമാണ്. ഏതൊക്കെയാ? ഹംസം, ശ്വേതഗരുദം, ചക്രാംഗം എന്നിവ അരയന്നത്തിന്റെ പര്യായമാണ്. പൂമൊട്ടാണെങ്കിൽ കലിക എന്ന് പറഞ്ഞാൽ പൂമൊട്ടാണ്. കുട്മളം എന്ന് പറയുന്നത് പൂമൊട്ടാണ്. മുകുളം എന്ന് പറയുന്നത് പൂമൊട്ടാണ്. ചൂതാണെങ്കിൽ ദ്യൂതം എന്ന് പറയുന്നത് ചൂതാണ്. ദേവനം എന്ന് പറയുന്നത് ചൂതാണ്. പ്രഭാതത്തിന്റെ പര്യായപദങ്ങൾ എന്ന് പറയുന്നത് ഉഷസ് എന്ന് പറയുന്നതും കാല്യം എന്ന് പറയുന്നതും വിഭാതം എന്ന് പറയുന്നതും പ്രഭാതത്തിന്റെ പര്യായപദങ്ങളാണ്. ഓക്കെ അല്ലേ? കുതിരയുടെ പര്യായം എന്ന് പറയുന്നത് അശ്വം കുതിരയുടെ പര്യായമാണ്. തുരകം എന്ന് പറയുന്നത് കുതിരയുടെ പര്യായമാണ്. ഹയം എന്ന് പറയുന്നത് കുതിരയുടെ പര്യായപദമാണ്. വള്ളിയാണെങ്കിൽ വള്ളിയുടെ പര്യായം ലത എന്ന് പറയുന്നതും ഗുൽമം എന്ന് പറയുന്നതും വല്ലി എന്ന് പറയുന്നതും വള്ളിയുടെ പര്യായപദങ്ങളാണ്. ഒന്നുകൂടെ പറയാം. തോണിയാണെങ്കിൽ വഞ്ചി, നൗക, വള്ളം. കുടയാണെങ്കിൽ ഛത്രം, ആദപത്രം. അരയന്നമാണെങ്കിൽ ഹംസം, ശ്വേതഗരുദം, ചക്രാംഗം. പൂമൊട്ടാണെങ്കിൽ കലിക, കുട്മളം, മുകുളം. ചൂതാണെങ്കിൽ ദ്യൂതം, ദേവനം. പ്രഭാതം പര്യായപദങ്ങൾ ഉഷസ്, കാല്യം, വിഭാതം. കുതിരയാണെങ്കിൽ അശ്വം, തുരകം, ഹയം. വള്ളിയാണെങ്കിൽ ലത, ഗുൽമം, വല്ലി എന്നിവയാണ് പര്യായപദങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യമാണ്. അചഞ്ചലം എന്ന പദത്തിന്റെ ശരിയായ വിപരീത പദം തിരഞ്ഞെടുത്തെഴുതുക. അചഞ്ചലം എന്ന പദത്തിന്റെ ശരിയായ വിപരീത പദം തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അചഞ്ചലത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ഏതാണ്? ചഞ്ചലമാണ്. അചഞ്ചലം വിപരീതം ചഞ്ചലം. അചഞ്ചലം വിപരീതം ചഞ്ചലമാണ്. ഓക്കെ അല്ലേ? നമുക്ക് ചില വിപരീത പദങ്ങൾ നോക്കാം. ഖണ്ഡനം വിപരീതം മണ്ഡനമാണ്. ഖണ്ഡനം വിപരീതം മണ്ഡനം. ഗാഠമാണെങ്കിൽ ശിഥിലമാണ്. ഗാഠം ശിഥിലമാണ് വിപരീതം. ഉന്മീലനം വിപരീതം നിമീലനമാണ്. ഉന്മീലനം വിപരീതം നിമീലനം. ആസ്തിയാണെങ്കിൽ നാസ്തിയാണ് വിപരീതം. സംഗ്രഹമാണെങ്കിൽ വിപുലനമാണ് വിപരീതം. പ്രാചിയാണെങ്കിൽ പ്രതീജിയാണ് വിപരീതം. പ്രാചി എന്ന് പറഞ്ഞാൽ കിഴക്ക്, വിപരീതം ഏതാണ്? പടിഞ്ഞാറാണ്. അപ്പം പ്രാചി വിപരീതം പ്രതീജിയാണ്. ഏതാണ്? പ്രതീജി. ഖണ്ഡനം മണ്ഡനം, ഗാഠം ശിഥിലം, ഉന്മീലനം നിമീലനം, ആസ്തി നാസ്തി, സംഗ്രഹം വിപുലനം, പ്രാചി പ്രതീജി എന്നിവയാണ് നൽകിയിരിക്കുന്ന വിപരീത പദങ്ങൾ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, മണ്ണിനടിയിൽ പൊന്നമ്മ. മണ്ണിനടിയിൽ പൊന്നമ്മ ഈ കടങ്കഥ ലക്ഷ്യമാക്കുന്നത് എന്തിനെയാണ്? മണ്ണിനടിയിൽ പൊന്നമ്മ എന്ന് പറയുന്നത് എന്താണ്? മഞ്ഞളാണ്. മണ്ണിനടിയിൽ പൊന്നമ്മ. സ്വർണ്ണ നിറത്തിലുള്ള മഞ്ഞളല്ലേ? അപ്പം അത് മണ്ണിനടിയിലാണല്ലോ. അങ്ങനെ മണ്ണിനടിയിൽ പൊന്നമ്മ എന്ന കടങ്കഥ എന്തിനെയാണ് ലക്ഷ്യമാക്കുന്നത്? മഞ്ഞളിനെയാണ് ലക്ഷ്യമാക്കുന്നത്. മഞ്ഞൾ. ഓക്കെ അല്ലേ? നമുക്ക് ചില കടങ്കഥകൾ നോക്കാം. ആകാശത്തിലെത്തുന്ന തോട്ടി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ്. ആകാശത്തിലെത്തുന്ന തോട്ടി കണ്ണ്. ഇത്തിരിപ്പോന്ന വായ പറ പോലെ വയറ് എന്ന് പറഞ്ഞാൽ കുടമാണ്. ഇത്തിരിപ്പോന്ന വായ പറ പോലെ വയറ് കുടമാണ്. ആളൊരു കൂവനൻ നിലവിളി പാരം എന്ന് പറഞ്ഞാൽ ശംഖ്. ആളൊരു കൂവനൻ നിലവിളി പാരം ശംഖ്. ഉണ്ണരി പെണ്ണിന് ഒരിക്കലേ പേരുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? വാഴയാണ്. ഉണ്ണരി പെണ്ണിന് ഒരിക്കലേ പേരുള്ളൂ, വാഴ. 1000 കിളികൾ ഒറ്റക്കൊക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വാഴക്കൂമ്പാണ്. 1000 കിളികൾ ഒറ്റക്കൊക്ക്, വാഴക്കൂമ്പ്. ഇത്തിരി മുറ്റത്തഞ്ചാളുകൾ എന്ന് പറഞ്ഞാൽ എന്താ? കൈവിരലുകളാണ്. ഇത്തിരി മുറ്റത്തഞ്ചാളുകൾ എന്ന് പറഞ്ഞാൽ കൈവിരലുകളാണ്. ഒന്നുകൂടെ പറയാം. ആകാശത്തിലെത്തുന്ന തോട്ടി എന്ന് പറഞ്ഞാൽ കണ്ണ്. ഇത്തിരി പോന്ന വായ പറ പോലെ വയറ് എന്ന് പറഞ്ഞാൽ കുടമാണ്. ആളൊരു കൂനൻ നിലവിളി പാരം എന്ന് പറഞ്ഞാൽ ശംഖാണ്. ഉണ്ണരി പെണ്ണിന് ഒരിക്കലേ പേരുള്ളൂ എന്ന് പറഞ്ഞാൽ വാഴയാണ്. 1000 കിളികൾ ഒറ്റക്കൊക്ക എന്ന് പറഞ്ഞാൽ വാഴക്കൂമ്പാണ്. ഇത്തിരി മുറ്റത്തഞ്ചാളുകൾ എന്ന് പറഞ്ഞാൽ കൈവിരലുകളാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യമാണ്. പിരിച്ചെഴുതുക. പ്രതിദിനം അനുപമ മാമീ ആരാധികയുടെ പ്രേമോപഹാരം എന്ന് പറയുന്നത് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? പ്രതി അധികം ദിനം അധികം അനുപമം അധികം ആം അധികം ഈ അധികം ആരാധികയുടെ അധികം പ്രേമ അധികം ഉപഹാരം. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? പ്രതിദിനം അനുപമ മാമി ആരാധികയുടെ പ്രേമോപഹാരം. പ്രതി അധികം ദിനം അധികം അനുപമം അധികം ആം അധികം ഈ അധികം
ആരാധികയുടെ അധികം പ്രേമ അധികം ഉപഹാരം എന്ന് പറയുന്നതാണ് പ്രതിദിനം അനുപമ മാമി ആരാധികയുടെ പ്രേമോപഹാരം. ഓക്കെ അല്ലേ? നമുക്ക് ചില പിരിച്ചെഴുത്തുകൾ കൂടെ നോക്കാം. തണ്ടാർ എന്ന് പറഞ്ഞാൽ എന്താ? തൺ പ്ലസ് താർ ആണ് തണ്ടാർ. തൺ പ്ലസ് താർ തണ്ടാർ. തൺ പ്ലസ് താർ തണ്ടാർ. വേട്ടു എന്ന് പറഞ്ഞാൽ വേൾ അധികം തൂ ആണ്. വേൾ അധികം തൂ വേട്ടു. തിരുമുൽ കാഴ്ച എന്ന് പറഞ്ഞാൽ തിരുമുൻ അധികം കാഴ്ച. തിരുമുൻ അധികം കാഴ്ച തിരുമുൽ കാഴ്ച. ചെയ്തെങ്കിൽ, ചെയ്തെങ്കിൽ എന്ന് പറഞ്ഞാൽ ചെയ്തു അധികം എങ്കിലാണ് ചെയ്തെങ്കിൽ. ചെയ്തു അധികം എങ്കിൽ ചെയ്തെങ്കിൽ. ചെയ്തവനാണെങ്കിൽ ചെയ്ത് അധികം അൻ. ചെയ്ത് അധികം അൻ ആണ് ചെയ്തവൻ. 90 ആണെങ്കിൽ തൊൾ അധികം 100. 90 തൊൾ അധികം 100. കപികുലത്തരജൻ എന്ന് പറഞ്ഞാൽ എന്താ? കപികുലം അധികം അരജൻ. കപികുലത്തരജൻ നമ്മൾ അതിനെ എന്താണ് പിരിച്ചെഴുതുമ്പോൾ കപികുലം അധികം അരജനാണ്. ആയിരത്താണ്ട് പിരിച്ചെഴുതുമ്പോൾ 1000 അധികം ആണ്ട്. ആയിരത്താണ്ട് പിരിച്ചെഴുതുമ്പോൾ 1000 അധികം ആണ്ട്. തണ്ടാറാണെങ്കിൽ തൺ അധികം താർ. വേട്ടു ആണെങ്കിൽ വേൾ അധികം തൂ. തിരുമുൽ കാഴ്ചയാണെങ്കിൽ തിരുമുൻ അധികം കാഴ്ച. ചെയ്തെങ്കിൽ ചെയ്തു അധികം എങ്കിൽ. ചെയ്തവനാണെങ്കിൽ ചെയ്ത് അധികം അൻ. 90 ആണെങ്കിൽ തൊൾ അധികം 100. കപികുലത്തരജൻ എന്ന് പറഞ്ഞാൽ കപികുലം അധികം അരജൻ. ആയിരത്താണ്ട് എന്ന് പറഞ്ഞാൽ 1000 അധികം ആണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം കളേബരം. 8ാമത്തെ ചോദ്യമാണ്. കളേബരം എന്ന പദത്തിന് സമാനമായ പദം എഴുതുക. കളേബരം എന്ന പദത്തിന് സമാനമായ പദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കളേബരം എന്ന് പറഞ്ഞ പദത്തിന്റെ സമാന പദം ശരീരം, ശബ്ദം, വസ്ത്രം, മാധുര്യം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. കളേബരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം. എന്താണ് കളേബരം എന്ന പദത്തിന് സമാനമായ പദം ശരീരമാണ്. കളേബരം ശരീരം. നമുക്ക് ചില അർത്ഥങ്ങൾ നോക്കാം. അഹസ് പകൽ, ഊഹിനി സമൂഹം, പഞ്ചധ കാക്ക, പരിവട്ടം വസ്ത്രം, മകരം മത്സ്യം, മഷിക തേനീച്ച, നിനദം നാദം. അർത്ഥങ്ങളാണ് അഹസ് പകൽ, ഊഹിനി സമൂഹം, പഞ്ചധ കാക്ക, പരിവട്ടം വസ്ത്രം, മകരം മത്സ്യം, മഷിക തേനീച്ച, നിനദം നാദം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യമാണ്. അഭിനേതാവ്. അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത്? അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് ഏതാണ്? അഭിനേത്രിയാണ്. ഏതാണ്? അഭിനേതാവ്. സ്ത്രീലിംഗ ശബ്ദം അഭിനേത്രി. അഭിനേത്രി. അഭിനേതാവ് അഭിനേത്രി. നമുക്ക് ചില എതിർലിംഗങ്ങൾ നോക്കാം. തമ്പിയാണെങ്കിൽ തങ്കച്ചി. തമ്പി തങ്കച്ചി. നമ്പ്യാർ ആണെങ്കിൽ നങ്ങ്യാർ. നമ്പ്യാർ എതിർലിംഗം നങ്ങ്യാർ. ചാക്യാർ ആണെങ്കിൽ എതിർലിംഗം ഇല്ലൊടമ്മ. ചാക്യാർ ഇല്ലൊടമ്മ. നേതാവാണെങ്കിൽ നേത്രിയാണ് വിപരീതം. വിധുരനാണെങ്കിൽ വിധവ. വിധുരൻ വിധവ. ഏകാകി എതിർലിംഗം ഏകാകിനി. ഏകാകി എതിർലിംഗം ഏകാകിനി. തമ്പി തങ്കച്ചി, നമ്പ്യാർ നങ്ങ്യാർ, ചാക്യാർ ഇല്ലൊടമ്മ, നേതാവ് നേത്രി, വിധുരൻ വിധവ, ഏകാകി ഏകാകിനി. ഓക്കെ അല്ലേ? 10ാമത്തെ ചോദ്യം. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ്. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്ന പഴഞ്ചൊല്ലിന് ഏറ്റവും മികച്ച തർജ്ജമ തെരഞ്ഞെടുത്തെഴുതുക. എന്താണ്? മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്നുള്ളതിന്റെ മികച്ച തർജ്ജമ. വെയിലുള്ളപ്പോൾ എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക എന്നാണ്. വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ്. ഓക്കെ അല്ലേ? ചില തർജ്ജമകൾ നമുക്ക് നോക്കാം. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്ന് പറഞ്ഞാൽ എന്താ? കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. എ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. എ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന് പറഞ്ഞാൽ എന്താ? അല്പജ്ഞാനം അപകടകരമാണ്. അല്പജ്ഞാനം അപകടകരമാണ് എന്നാണ്. എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിഹഗ വീക്ഷണം. എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വിഹഗ വീക്ഷണമാണ്. ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് സംടൈംസ് എ ബ്ലെസ്സിങ്. ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് സംടൈംസ് എ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ? മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ്. മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ് എന്നുള്ളതാണ് ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് സംടൈംസ് എ ബ്ലെസ്സിങ് എന്നുള്ളതിന്റെ മലയാള പരിഭാഷ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ കൊല്ലം ജില്ല, ഇടുക്കി ജില്ല, കണ്ണൂർ ജില്ല ചോദ്യപേപ്പറിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങൾ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മലയാളം ചോദ്യപേപ്പറുമായിട്ട് കാണാം. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.